കുഞ്ഞുകൈകൾ മണ്ണിനെ തൊട്ടപ്പോൾ വിളവെടുത്തത് നൂറുമേനി. മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. പാഠപുസ്തകത്തിൽ നിന്നും കിട്ടുന്ന അറിവിനപ്പുറമാണ് മണ്ണിലിറങ്ങിയാൽ കിട്ടുന്ന ജീവിത പാഠങ്ങളെന്ന് കുട്ടികളെ ഓർമ്മപ്പെടുത്തുന്ന ചടങ്ങായിരുന്നു പയ്യന്നൂർ പുഞ്ചക്കാട് സ്കൂൾ നടത്തിയ കാർഷിക പദ്ധതി വിളവെടുപ്പ് മഹോത്സവം. പുഞ്ചക്കാട് സെന്റ് മേരീസ് UP സ്കൂൾ അധ്യാപക രക്ഷാകർതൃ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് മണ്ണിനെ തൊട്ടറിഞ്ഞ് കുഞ്ഞുകൈകൾ എന്ന സ്കൂൾ കാർഷിക പദ്ധതി നടപ്പിലാക്കിയത്. സ്കൂൾ മുറ്റത്തെ ഒരേക്കറയോളം സ്ഥലത്ത് നടത്തിയ വിവിധ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് മഹോത്സവം പയ്യന്നൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രാഗി K, കൃഷി ഓഫീസർ അനുജ രവീന്ദ്രൻ, കുട്ടികളുടെ കൃഷിക്ക് പരമാവധി സഹകരണങ്ങളും നിർദ്ദേശങ്ങളും നൽകിയ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ജീവാനന്ദൻ EP എന്നിവരും വിളവെടുപ്പിൽ പങ്കാളികളായി. 2024 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിലാണ് കുട്ടികളും അധ്യാപകരും രക്ഷകർത്താക്കളും ചേർന്ന് പച്ചക്കറി കൃഷിക്ക് തുടക്കമിട്ടത്. നിരവധി രക്ഷിതാക്കളും കുട്ടികളും വിളവെടുപ്പ് ഉത്സവ പരിപാടിയിൽ പങ്കെടുത്തു. ഈ കാർഷിക പദ്ധതിയുടെ ഭാഗമായി തന്നെ സ്കൂളിലെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾ അവരവരുടെ വീടുകളിൽ പച്ചക്കറി കൃഷി ചെയ്തു വരുന്നുമുണ്ട്. പാഠപുസ്തകങ്ങളിലെ അറിവുകൾക്കും അപ്പുറം മണ്ണിനെ തൊട്ടറിഞ്ഞ് കുരുന്നുകളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് വിവിധ ഇനം പച്ചക്കറി സ്കൂൾ വളപ്പിൽ വിളയിച്ചെടുത്തത് ഏറെ മാതൃകാപരമായ കാര്യമാണെന്നും സെന്റ് മേരീസ് UP സ്കൂൾ മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ഏറെ അഭിമാനിക്കുന്നുവെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ KV ലളിത അഭിപ്രായപ്പെട്ടു. നമ്മുടെ വിദ്യാലയം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന് തന്നെ വേറിട്ട പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് മാതൃകയായിട്ടുള്ള വിദ്യാലയമാണ്. ഇന്ന് നമ്മുടെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ നൽകാൻ ആവശ്യമായിട്ടുള്ള ഒരു വലിയ യജ്ഞം തന്നെയാണ് നിങ്ങൾ നടത്തിയത്. ഇന്ന് നമ്മുടെ സമൂഹത്തിനകത്തേക്ക്, നമ്മുടെ ഓരോരുത്തരിലേക്കും പല പേരിലുള്ള പുതിയ പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം കാരണം എന്ന് പറയുന്നത് ഒരു പരിധിവരെ നമ്മുടെ ജീവിത ശൈലിയുടെ ഭാഗമാണ്, നമ്മുടെ ഭക്ഷണ രീതിയുടെ ഭാഗമാണ് എന്നുള്ളത് കാണാൻ വേണ്ടി കഴിയും. മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന വിഷാംശം അടങ്ങിയിട്ടുള്ള പച്ചക്കറികളും ഭക്ഷണ സാധനങ്ങളുമാണ് നമ്മുടെ കുട്ടികൾക്ക് പാകം ചെയ്ത് കൊടുക്കുന്നത്. അതിലൂടെ ഉണ്ടാകുന്ന വലിയ തോതിലേക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിദ്യാലയത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും കിട്ടുന്ന ഭക്ഷണം വളരെ സ്വാദോടുകൂടി കൂട്ടായ്മയിലൂടെ അവർ കഴിക്കുമ്പോൾ നല്ല നിലയിലേക്കുള്ള ഭക്ഷണം കഴിക്കാൻ അവർ തയ്യാറാകും. ആ നിലയിൽ ഇവിടെ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികളിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണം ഏറ്റവും നല്ല നിലയിൽ കുട്ടികൾക്ക് ലഭ്യമാക്കാനും നല്ല ആരോഗ്യമുള്ളവരായിട്ട് അവർക്ക് വളർന്നു വരാനും സാധിക്കും. അതിനൊരു പരിധിവരെ നമ്മുടെ ഈ കൂട്ടായ്മയിലൂടെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള പച്ചക്കറികൾ അതവർക്ക് ഉച്ചഭക്ഷണ സമയത്ത് നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത്. ഈ വിദ്യാലയത്തെ ഏറെ യശസ്സോടുകൂടി ഉയർത്തിപ്പിടിക്കാൻ, സംസ്ഥാനത്ത് തന്നെ മാതൃകയായിട്ടുള്ള വിദ്യാലയമായിട്ട് മാറ്റിയെടുക്കാൻ നമ്മൾ കാണിച്ചു വരുന്ന ഈ ഒരു വലിയ തോതിലേക്കുള്ള താല്പര്യം അത് തുടർന്നും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിന് നേതൃത്വം കൊടുക്കുന്ന HM-ഉം ഇവിടുത്തെ സ്റ്റാഫും എല്ലാം PTA-യും എല്ലാം ഏറെ മാതൃകാപരമായിട്ടാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. തുടർന്നും ആ നിലയിൽ പഠനരംഗത്തും പാഠ്യേതര മേഖലകളിലും മികവ് പുലർത്തിക്കൊണ്ട് ഇനിയും ഉയരങ്ങളിലെത്താൻ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്, ഈ വിദ്യാലയത്തിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളെല്ലാം ഹൃദയം നിറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ഷാൻഡി ഫിലിപ്പ് സ്വാഗതവും PTA പ്രസിഡന്റ് അനിൽകുമാർ KV അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ പയ്യന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രാഗി K, കൃഷി ഓഫീസർ അനുജ രവീന്ദ്രൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ജീവാനന്ദൻ EP എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ചടങ്ങിൽ സ്കൂൾ കാർഷിക പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്ക് നടീൽ വസ്തുക്കൾ വിതരണം ചെയ്തു. സ്റ്റാഫ് പ്രതിനിധി ജിബിൻ മാസ്റ്റർ യോഗത്തിന് നന്ദിയും അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്.
ഉഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം, മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, കൃത്യതയാർന്ന പരിചരണം, പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.